ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ തന്നെയാണ്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത മിനിയേച്ചർ കിച്ചണിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അത് ചൂടാകുന്നത് വരെ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഒരു എഗ്ഗാണ് എടുക്കുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് തീ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇത് തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ. എന്തായാലും ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഇടണമെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ബാറ്റർ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഒഴിച്ചപ്പോൾ കുറച്ച് കാണിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഇല രണ്ടരായിട്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററൊക്കെ ഒഴിച്ച് സെറ്റ് ആകുന്നുണ്ട്. ഇനി അത് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു, നല്ല പൊരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാണ് വേണ്ടത്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാൻ പോവാണ്. അപ്പം ഞാൻ നന്നായിട്ടത് പൊരിയുന്നുണ്ടായിരുന്നു, നല്ലതായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലേ നല്ല പൊരിഞ്ഞ് കിട്ടുള്ളൂ അപ്പുറം ഇപ്പുറമൊക്കെ. അതിന് ശേഷം നമുക്ക് നേരെ നന്നായിട്ട് തിളച്ചിട്ടൊക്കെ ഉണ്ട്. അത് നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ നന്നായി പൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും. അപ്പോൾ നല്ല തീയൊക്കെ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇരിക്കുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. എല്ലാവരും ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മമാരെ അടുത്തിരുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടി മറിച്ചിട്ടുണ്ട്. എല്ലാത്തിനും സപ്പോർട്ടായിട്ടാണ് എൻ്റെ ഉമ്മയാണ് ഉണ്ടായിരുന്നത്. തീയൊക്കെ കത്തിച്ചു തരാൻ എൻ്റെ ഉമ്മയായിരുന്നു ഉണ്ടായത്. തീയൊക്കെ കത്തിക്കാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ ഉമ്മയായിരുന്നു അതൊക്കെ കത്തിച്ച് തന്നിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാന്ന്. ഞാനൊന്നല്ലായിരുന്നു കത്തിച്ചത്, എല്ലാം ഉമ്മയാണ് എനിക്ക് ചെയ്തു തന്നത്. തീ കത്തിക്കൽ മാത്രം ഉമ്മയാണ് ചെയ്തത്, കാരണം അത് കൈയൊക്കെ പൊള്ളുന്നതായിക്കൊണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉമ്മാനെ കൂട്ടി ഇരുത്താം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പൊരിയുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. ഉമ്മ കുറച്ച് ഓലൊക്കെ വെച്ചാൽ നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ അത് മറിച്ചിടാണ്. 2-3 പ്രാവശ്യം മറിച്ചിടുന്നുണ്ട്, എന്നാലേ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു തീ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇനി ഇപ്പോൾ കോരിയെടുക്കണം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇനി ചായ ഉണ്ടാക്കണം. പാൽ ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കോരി എടുക്കാൻ പോവാണ്. ഒന്നും കൂടി മറിച്ചിടണം, പക്ഷെ ഞാൻ കോരാൻ പോവാണ് ഗൈസ്. അപ്പോൾ കോരി എടുത്തിട്ടുണ്ട്. രണ്ട് ട്രിപ്പാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം എടുത്ത് വെക്കാം ഗൈസ്. ചായക്കുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തിളച്ചാൽ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം.
പാലൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ പാലൊഴിക്കുന്നത് കാണുന്നുണ്ടോ അറിയില്ല. അപ്പം ഞാൻ പാലൊഴിച്ചിട്ടുണ്ട്, അത്യാവശ്യം പാൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചാൽ മാത്രമേ ഇതുള്ളൂ. ഇനി ഞാനൊന്ന് പാല് തിളക്കാൻ വേണ്ടി പൊത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ചായ ഇടേണ്ടത് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ചായപ്പൊടി ഇടുന്നു. അപ്പോൾ അതിലേക്ക് ചായ കുറച്ച് ചായ ഇട്ടു. ഈ കുറച്ച് മാത്രമേ ഇട്ടു. അതിന് ശേഷം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് തണുന്നു. പഞ്ചസാര ഇനി ചേർത്ത് കൊടുക്കും. അപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് പോവാണ്. അപ്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി തളിച്ചതിന് ശേഷം അരക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കുമ്പോൾ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടാണ് കത്തിക്കാറുണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ മെഴുകൊക്കെ ഉണ്ടായതുകൊണ്ട് താഴൊക്കെ കത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലത്തെ മിനിയേച്ചർ കിച്ചണിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉമ്മാനൊക്കെ വിളിച്ച് മാത്രം ഒറ്റയ്ക്ക് കത്തിക്കരുത് ആരും. അപ്പോൾ നമ്മൾ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്കാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ അപ്പം ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ചായ ഇവിടെ ഉണ്ട് ഗൈസ്. ചായയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പൊള്ളലുണ്ട്. അത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എഗ്ഗ് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് എഗ്ഗിൻ്റെ ഒരു ചൊയ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായത്. സൂപ്പറാണ് ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മളെ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കുറച്ച് എഗ്ഗ് ചായ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ചായക്ക് എന്താ കുറവ് നോക്കാം ഗൈസ്. അപ്പം നമ്മൾ ചായ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്. ചായ ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എല്ലാം കറക്റ്റായിരുന്നു ഗൈസ്. പിന്നെ മണ്ണിൻ്റെ ഗ്ലാസ്സിലൊക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ല എന്ന് വേണമെങ്കിൽ പറയുന്ന കളവ് പറയുന്നെങ്കിൽ വിചാരിക്കും. എല്ലാം അടിപൊളിയായിരുന്നു. മണ്ണിൻ്റെ ചട്ടിയിലാക്കിയാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പയും ചായയൊക്കെ കുടിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.